കേരളത്തിലെ മിക്ക വീടുകളിലും ഇന്ന് കൃഷി ചെയ്യുന്ന പഴവിളയാണ് റംബുട്ടാൻ. വിവിധ ഇനങ്ങളിൽ പ്രത്യേകിച്ച് മലേഷ്യൻ റംബുട്ടാൻ, സീഡ്ലെസ് റംബുട്ടാൻ എന്നീ ഇനങ്ങളൊക്കെ ഇന്ന് നല്ല ക്വാളിറ്റി തൈകൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ പരിചരിക്കുന്നുണ്ട്. പക്ഷേ വേനൽക്കാലമാകുമ്പോൾ ഈ ഇലകളിൽ ഈ രീതിയിലുള്ള കരിച്ചൽ രോഗം വ്യാപകമായിട്ട് കാണുന്നുണ്ട്. കരിച്ചൽ, ഇതിൻ്റെ ഇലയുടെ അരിക് കരിഞ്ഞ് ഇല മൊത്തമായിട്ട് കരിഞ്ഞു പോകുന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. ഇത് പല കാരണങ്ങളെ കൊണ്ടുണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണിലുള്ള അസിഡിറ്റി കൂടുന്നത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനമായിട്ട് മണ്ണിൻ്റെ അസിഡിറ്റി കൂടുന്നതുകൊണ്ട് മൂലകങ്ങൾ വലിച്ചെടുക്കാൻ ചെടിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മണ്ണിൻ്റെ അമ്ല സ്വഭാവത്തെ മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിനായി ഒരു ചെടിക്ക് 100 മുതൽ 200 ഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. 100 മുതൽ 200 ഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ കൊടുക്കാം. കൂടാതെ കാൽഷ്യം ബോറോൺ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, കാൽഷ്യം CAB, ഹൈഡ്രോസ്പീഡിൻ്റെ CAB, കാൽഷ്യം ബോറോണും അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഇത് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കാലത്ത് ഒരു 9 മണിക്കുള്ളിൽ ഇലകളിൽ സ്പ്രേ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ പുതിയ ഇലകളിൽ ഇതുപോലെ സ്പ്രേ ചെയ്താണ് പുതിയ ഇലകളിൽ വളരെ കൃത്യമായിട്ട് നല്ല ഇലകൾ വരുന്നതിന് സാധിക്കും. ഇത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിന്ന് ട്രയൽ ചെയ്താണ്. വളരെ എഫക്റ്റീവാണ്. വലിയ തൈകളാണെങ്കിൽ നമുക്ക് കൂടുതൽ കായകൾ കിട്ടണമെങ്കിൽ ചെടിക്ക് 200-250 ഗ്രാം പൊട്ടാഷ് കടക്കിൽ ഇട്ട് കൊടുത്തിട്ട് നനച്ച് കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കൂടാതെ 10 ഗ്രാം ബോറോണും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേർത്തിട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ കായ ഉൽപ്പാദനം ഉണ്ടാവും. കായ്ക്ക് വലിപ്പം കൂടും. ഉള്ളിലുള്ള ഫ്ലഷിന്, അതായത് അതിൻ്റെ മാംസള ഭാഗത്തിന് നല്ല മധുരം ലഭിക്കുകയും ചെയ്യും.